അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റി, എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതോടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ടൊരു 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ആയാലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന പഴവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴവും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന് സെറ്റ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് ഞാൻ ഒരു ലെയറായിട്ട് ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കാരമലൈസ് ചെയ്ത പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും ആ കാരമലൈസ് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്കിനി നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയേ ഇടുന്നുള്ളൂ. വളരെ സിമ്പിൾ പുഡിങ്ങാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കുകൾ എല്ലാവരും അറിയിക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ആ പഴത്തിൻ്റെ മിക്സും ബിസ്ക്കറ്റിൻ്റെ എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.